മാന്നാർ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. മാന്നാർ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വളരെ ദീർഘനാൾ യോഗ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് യോഗ വളരെ ആശ്വാസകരമായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾക്ക് നല്ല പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ തിരക്കിലൊക്കെ എനിക്ക് കുറേ നാളുകളായിട്ട് കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പൊ ശാരീരികമായിട്ട് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ആർ. ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ ഗീത ഹരിദാസ് കൃതജ്ഞത പറഞ്ഞു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന ജാസ്മിൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സുധപ്രിയ മാസ് യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നയിച്ചു. ആയുഷ് ജീറിയാട്രിക് യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാർ യോഗ പ്രകടനം കാഴ്ചവെച്ചു. വാർഡ് മെമ്പർമാരായ സുജാത, സലിം പടിപ്പുരയ്ക്കൽ, മധു പുഴയോരം, രാധാമണി, ഷാദിരി, പുഷ്പലത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ കൃത്യമാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പാദഹസ്താസനം. അതിലൂടെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഒരു പ്രധാന കാരണം നമ്മൾ കുനിഞ്ഞു നിന്നിട്ടല്ല ചെയ്യുന്നത്, അല്ലെ, നമ്മുടെ ബ്രെയിനിനെ താഴോട്ട് വരുത്തുക. അപ്പം നമ്മുടെ തലച്ചോറിനൊക്കെ രക്തയോട്ടം വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് പാദഹസ്താസനം എന്ന് പറയുന്നത്. ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന യോഗിക് സൂക്ഷ്മ വ്യായാമങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്നത്. ഇത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ഡെയിലി ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, അപ്പം ചിലർ പറയും നമുക്കറിയാം, അതൊക്കെ ശരിയാണ്, അറിയുന്നതിനേക്കാൾ ഉപരി നമ്മൾ പ്രധാനമിരിക്കുന്നത്. അപ്പം എല്ലാ കാര്യവും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1-2 ആസനാസെങ്കിലും ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറക്കാത്തതുപോലെ തന്നെ ആയുഷ് യോഗ ക്ലബ് അംഗങ്ങളും CDS AD അംഗങ്ങളും അംഗൻവാടി, കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും ഉൾപ്പെടെ 120ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.